الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം കാണുന്ന, നാം അനുഭവിക്കുന്ന ഇസ്ലാം, അത് പ്രവാചകൻ്റെ ഇസ്ലാമല്ല, അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമല്ല, അത് പിൽക്കാലത്ത് രൂപപ്പെട്ട അധികാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമാണ് എന്ന് നാം പറയുമ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എവിടെയാണ് ആ ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്? ആ അട്ടിമറി ഏത് ഘട്ടത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായും കേൾക്കുന്നവരിൽ നിന്ന് ഉണ്ടാകും. അത് സംബന്ധമായി ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ച് വളരെ ദീർഘമായ 25-26ഓളം എപ്പിസോഡുകൾ വരുന്ന പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും നാം നടത്തിയിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ആദി കാരണം, പ്രവാചകന് ശേഷമുള്ള ചരിത്രത്തിനപ്പുറത്ത് അതിനാദി കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്ര സുന്ദരമായ അധ്യാപനങ്ങളും വേദദർശനങ്ങളും അട്ടിമറിച്ചിട്ടുള്ളത് എന്നത് പഠിക്കണമെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച പ്രത്യേകമായ പഠനം അനിവാര്യമാണ്. ഏതൊരു പ്രവാചകനും ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ സമൂഹത്തിന് തടയുന്നതിൽ ആ പ്രവാചകനോടൊപ്പം തന്നെ നിന്നിട്ടുള്ള ആളുകൾ നിലകൊണ്ടിട്ടുണ്ട്. ഏത് പ്രവാചകൻ്റെയും ചരിത്രം അതാണ്. പ്രവാചകന്മാരുടെ മാത്രമല്ല, സത്യപ്രബോധനത്തിന് വേണ്ടി ഏതേതൊക്കെ കാലങ്ങളിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെയും സ്വന്തം അനുയായികളിൽ നിന്ന് തന്നെയുള്ള താല്പര്യക്കാർ അവരെയൊക്കെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. മുഹമ്മദ് നബിയും ഈ ഒരു പൊതു കാര്യത്തിൽ നിന്ന് മുക്തനല്ല. പ്രവാചകൻ്റെ കുടുംബം മക്കയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്, നമുക്കൊക്കെ അറിയാം, ഖുറൈശി. അങ്ങനെ മാത്രമല്ല അവർ അറിയപ്പെട്ടിരുന്നത്. അവർ പൊതുവെ സമാധാനകാംക്ഷികളായിട്ടുള്ള, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അനുരഞ്ജനത്തിലേക്ക് എത്തിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ മോശം പറയിപ്പിക്കാത്ത, എല്ലാവർക്കും മതിപ്പുള്ള, സാമ്പത്തികമായി വലിയ മെച്ചത്തിലൊന്നും അല്ലെങ്കിൽ പോലും എല്ലാവരും ആദരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് പ്രവാചകൻ്റേത്. ഹാഷിം കുടുംബം എന്ന് പറയും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സ് അവരോടൊപ്പമായിരുന്നു. എന്നാൽ ഈ കുടുംബത്തോട് ശത്രുത പുലർത്തുന്ന മറ്റൊരു കുടുംബമുണ്ടായിരുന്നു മക്കയിൽ.
അവർ ഉമവികൾ, ബനു ഉമയ്യ എന്നാണ് അറിയപ്പെട്ടത്. അവരും ഇവരും കസിൻസാണ്, വല്യുപ്പാൻ്റെ മക്കളാണ്, പക്ഷേ രണ്ട് ധാരയിലാണ്. ബനു ഉമയ്യ എന്ന് പറയുന്നത് അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദുഷംസിൻ്റെ മകനാണ് ഉമയ്യ. ആ ഉമയ്യത്തിൻ്റെ പേരിലാണ് ബനു ഉമയ്യ എന്നറിയപ്പെടുന്നത്. അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ പേരിലാണ് പ്രവാചകൻ്റെ കുടുംബം അറിയപ്പെടുന്നത്, ബനു ഹാഷിം. ഹാഷിമികളോട് ജനങ്ങൾക്ക് മുഴുവൻ മതിപ്പാണ്. ജനങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഹാഷിമി കുടുംബത്തെയാണ് സമീപിക്കുക. അബൂ താലിബിനെ സമീപിക്കും, അബ്ദുൽ മുത്തലിബിനെ സമീപിക്കും. ഇത് ബനു ഉമയ്യക്ക് ഇഷ്ടമല്ല. എന്താ ഞങ്ങളടുത്ത് ആരും വരാത്തത്? മാത്രമല്ല ബനു ഉമയ്യ പണക്കാരാണ്, വലിയ കച്ചവടക്കാരാണ്. പക്ഷേ ആളുകൾ അവരെ സമീപിക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹാഷിമികളുടെ അടുത്തേക്ക് ഓടി വരും. ഇക്കാരണത്താൽ എപ്പോഴും ഹാഷിമികളോട് ഒരു ശത്രുതാ മനോഭാവമാണ് പുലർത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ദ്രോഹം ചെയ്തിരുന്നു. അവരുടെ സ്ഥലം പിടിച്ചെടുക്കുക, അവരെ കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുക, ഇതൊക്കെയായിരുന്നു ബനു ഉമയ്യയുടെ സ്വാഭാവികമായിട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള കലാപരിപാടികൾ. ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പക്ഷേ അതിനോടൊന്നും മോശമായ രീതിയിൽ പ്രതികരിക്കുക ബനു ഹാഷിമിൻ്റെ രീതിയല്ല. അവർ സംയമനത്തിൻ്റെ ആളുകളാണ്. ക്ഷമിക്കുക, പരമാവധി ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ആളുകളാണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗോത്രങ്ങളെ കീഴടക്കുന്ന പ്രവർത്തനങ്ങളിൽ ബനു ഹാഷിമിനെ കാണുക സാധ്യമല്ല. അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രമാണിയായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഹർബിൻ്റെ മകനാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണല്ലോ പറയാറുള്ളത്. അബൂ സുഫിയാൻ പ്രവാചകൻ്റെ 10 വയസ്സിന് മൂത്ത ആളാണ്. 10 വയസ്സ് കൂടുതലാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ വലിയ പ്രമാണിയാണ്. ഒരുപക്ഷെ ബനു ഉമയ്യ കുടുംബത്തിലെ പേരുകേട്ട ധനികരിൽ ഒരാളാണ് അബൂ സുഫിയാൻ. ഈ അബൂ സുഫിയാൻ മറ്റ് ബനു ഉമയ്യ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നയതന്ത്രജ്ഞതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ജനങ്ങളെ മുഴുവനും തൻ്റെ പാട്ടിലാക്കാനും കഴിവുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ മക്കയിലെ ഒരു അപ്രഖ്യാപിത രാജാവ്, അപ്രഖ്യാപിത നേതാവ് എന്നുള്ള തലത്തിലേക്ക് അബൂ സുഫിയാൻ കാര്യങ്ങളെയൊക്കെ നീക്കിക്കൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് മുഹമ്മദ് നബി പ്രവാചകത്വം ലഭിച്ച് താൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. നബിക്ക് അല്ലാതെ തന്നെ ആ നാട്ടിൽ അംഗീകാരമുണ്ട്. നമുക്കറിയാമല്ലോ, അൽ അമീനാണ്, എല്ലാവർക്കും സ്വീകാര്യനായ യുവാവാണ്, പൊതുവെ ശാന്തശീലനാണ്, എന്ത് കാര്യവും പറയാനും ഏൽപ്പിക്കാനും പറ്റുന്ന പ്രകൃതമുള്ളയാളാണ്, ഒരു ഉൾക്കാഴ്ചയുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടുകൂടി പ്രവാചകത്വം കൂടിയായപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും അനുകൂലമായോ പ്രതികൂലമായോ മുഹമ്മദിലേക്ക് തിരിഞ്ഞു. ഇത് അബൂ സുഫിയാനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം താൻ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പെട്ടെന്നങ്ങ് പൊളിഞ്ഞു പോകുന്നത്. ഇന്നാട്ടിലെ രാജാവായി, നേതാവായി, മന്നനായി ഇരിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഇങ്ങനെ ഒരുക്കി ഒരുപാട് കാലങ്ങളായി ഒരുക്കിക്കൊണ്ടുവരികയാണ്. അതാണ് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നങ്ങ് ഇല്ലാതായി പോകുന്നത്. ഇത് അബൂ സുഫിയാനെ സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പ്രവാചകനെതിരിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു. അപവാദ പ്രചരണങ്ങൾ നടത്തി, പ്രവാചകനെക്കുറിച്ച് അന്യനാടുകളിൽ പോയി തെറ്റിദ്ധാരണ പരത്തി, പ്രവാചകനെ ശാരീരികമായി പ്രയാസപ്പെടുത്താനുള്ള സംഭവങ്ങളുണ്ടാക്കി, കൊട്ടേഷൻ വരെ കൊടുത്തു. ജമിയത്തുൽ ഇസ്തിഹ്സ, പരിഹസിക്കുന്ന സംഘം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മക്ക് തന്നെ രൂപം നൽകി. അങ്ങനെ അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും അന്നാട്ടിലുള്ള പലരുടെയും നേതൃത്വത്തിൽ അബൂ സുഫിയാൻ പ്രവാചകനെതിരെ ഒരു മുന്നണി ഉണ്ടാക്കി, പ്രവാചക വിരുദ്ധ മുന്നണി ഉണ്ടാക്കി. പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു, എതിർക്കുകയായിരുന്നു ആ മുന്നണിയുടെ ലക്ഷ്യം. അവിടെ മുതൽ അബൂ സുഫിയാൻ പ്രവാചകൻ്റെ പ്രഖ്യാപിത എതിരാളിയായി മാറി. ആദ്യകാലങ്ങളിൽ സുമയ്യയുടെ ഭർത്താവ് യാസറിനെ, യാസറിൻ്റെ മകൻ അമ്മാറിനെ, ഹബ്ബാബിനെ, ഹുബൈബിനെ, ബിലാലിനെ ഒക്കെ അടിച്ചും ഇടിച്ചും കൊന്നും കൊലവിളിച്ചും നടത്തിയ ആക്രമണങ്ങൾ മുഴുവനും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ്. അബൂ സുഫിയാനാണത് ചെയ്യിച്ചത്. അതിനുവേണ്ടി ആളും അർത്ഥവും അദ്ദേഹം നൽകി, പണം ധാരാളം ചെലവഴിച്ചു. അങ്ങനെ
പ്രവാചകന്റെ ശിഷ്യന്മാർ അബൂ സുഫിയാന്റെയും സംഘത്തിൻ്റെയും അക്രമം സഹിക്കവയ്യാതെ എത്യോപ്യയിലേക്ക് പോയി. എത്യോപ്യയിലേക്ക് പോയപ്പോൾ അബൂ സുഫിയാൻ അവരെ വെറുതെ വിട്ടില്ല, അയാളും എത്യോപ്യയിലേക്ക് പോയി. ഒരുപാട് സമ്മാനങ്ങളുമൊക്കെയായി അന്നാട്ടിലെ രാജാവായ നേഗസ് ചക്രവർത്തിയെ കണ്ടു. നേഗസ് ചക്രവർത്തിയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ കുരുത്തം കെട്ടവർ ഇന്നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അവർക്ക് അഭയം നൽകരുത്, അവരെ പറഞ്ഞേക്കണം. പക്ഷേ നേഗസ് ചക്രവർത്തി വിവേകമുള്ള ഭരണാധികാരിയായതിനാൽ ഈ സമ്മാനങ്ങളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ ആർക്കെങ്കിലും അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങളുടെ വലിപ്പം നോക്കി ഞാൻ ആ അഭയം പിൻവലിക്കുന്നയാളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ അവിടെ നിന്ന് തിരിച്ചയച്ചു. അബൂ സുഫിയാൻ റസൂലിനെ കുറിച്ചും സംഘത്തെക്കുറിച്ചും അന്നാട്ടിൽ പറഞ്ഞത് മുഴുവനും കള്ളങ്ങളായിരുന്നു. അബൂ സുഫിയാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകനെയും കുടുംബത്തെയും ബഹിഷ്കരിച്ചു. ബഹിഷ്കരണ സിദ്ധാന്തത്തിന് നേതൃത്വം നൽകി. അതൊരു പത്രികയായിട്ട് കഅബയിൽ കെട്ടിത്തൂക്കി. പ്രവാചകനെ കല്യാണത്തിന് ക്ഷണിക്കരുത്, പ്രവാചകനെയും കുടുംബത്തെയും. പ്രവാചകനും കുടുംബത്തിനും ഒരു സാധനവും ഒരു വസ്തുവും വിൽക്കരുത്, അവർ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങരുത്, അവരെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നിങ്ങനെ തുടങ്ങി സർവ്വവിധത്തിലുമുള്ള ബഹിഷ്കരണം എഴുതി കഅബയിൽ കെട്ടിത്തൂക്കിയത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ്. അങ്ങനെയാണ് പ്രവാചകൻ ഷൈബ് അബി താലിബ് എന്ന് പറയുന്ന താഴ്വരയിൽ 2 വർഷം കൊടും പട്ടിണി സഹിച്ച് നിൽക്കേണ്ടി വന്നത് ദാരിദ്ര്യം കൊണ്ടായിരുന്നില്ല, ബഹിഷ്കരണം കൊണ്ട്. ആരും ഒരു സാധനം വെക്കൂല, കടയിൽ പോയ സാധനം കിട്ടൂലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പ്രവാചകൻ അന്നാട്ടിൽ ഒട്ടകങ്ങൾ തിന്നുന്ന ഇലകൾ പറിച്ച് ഭക്ഷിച്ച് 2 വർഷം കഴിഞ്ഞു. അതിൻ്റെ നീര് കുടിച്ച് പ്രവാചകനും കുടുംബവും കണ്ടാൽ മനസ്സിലാകാത്ത മാതിരി മെലിഞ്ഞുപോയെന്നാണ് ചരിത്രം പറയുന്നത്. ഇത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. എന്നിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും മുസ്ലിങ്ങളല്ല, അന്നാട്ടിലുള്ള ചെറുപ്പക്കാർ പ്രവാചകന്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ കണ്ട് ദയ തോന്നിയിട്ട് ഈ പത്രിക നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ബഹിഷ്കരണം അവസാനിക്കുന്നത്. ഇത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. തീർന്നില്ല. അതിനുശേഷം പ്രവാചകൻ തായിഫിലേക്ക് പോകാൻ, അക്രമം സഹിക്കവയ്യാതെ തായിഫിലേക്ക് പോകാൻ തയ്യാറായി. തായിഫിലേക്ക് പോകുമ്പോൾ തായിഫിലേക്കും ആളയച്ചു, ഇങ്ങനൊരു കക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്, അയാളെ അവിടെ സ്വീകരിക്കരുത്. അങ്ങനെയാണ് പ്രവാചകനെ തായിഫിൽ നിന്ന് തിരിച്ചയക്കുന്നത്. എറിഞ്ഞും ആട്ടിയും തിരിച്ചയക്കുന്നത് അബൂ സുഫിയാന്റെ നിർദ്ദേശമനുസരിച്ചാണ്. എന്നിട്ട് പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ മക്കയിലേക്ക് കയറ്റിയില്ല. മക്കയിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് അബൂ സുഫിയാനാണ്. പ്രവാചകനെ കയറ്റിയില്ല. അവസാനം അദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു മഹാമനസ്കതയുള്ള മനുഷ്യൻ അഭയം നൽകിയിട്ട് അഭയാർത്ഥിയായിട്ടാണ് സ്വന്തം നാട്ടിലേക്ക് മുഹമ്മദ് നബി തിരിച്ചു വരുന്നത്. അതിൻ്റെ കാരണക്കാരൻ അബൂ സുഫിയാനാണ്. അങ്ങനെ അഭയാർത്ഥിയായിട്ട് കഴിയുന്ന വേളയിലാണ് മുഹമ്മദിനെ കൊല്ലണമെന്ന ഒരു പദ്ധതിക്ക് ആസൂത്രണം നൽകുന്നത്. പ്രവാചകൻ അഭയം നൽകിയ അബൂ താലിബും ഭാര്യ ഖദീജയും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം പ്രവാചകനെ കൊന്നുകളയണം എന്ന ഒരു പദ്ധതിക്ക് ആസൂത്രണം നൽകി, ഗൂഢാലോചന നടത്തി. അങ്ങനെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ എന്ന നിലക്ക് 12 ആളുകളെ തിരഞ്ഞെടുക്കുകയും പ്രവാചകന്റെ വീട് വളയുകയും പ്രവാചകൻ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ ആരാണെന്നറിയാത്ത വിധം വെട്ടിക്കൊല്ലുകയും ചെയ്യണം എന്ന പദ്ധതിക്ക് ആസൂത്രണം നൽകിയത് അബൂ സുഫിയാനാണ്. അങ്ങനെയാണ് പ്രവാചകൻ ഹിജ്റ പോകുന്നത് മദീനയിലേക്ക്. ഹിജ്റ പോയതിനു ശേഷം വിട്ടോ? ഇല്ല, അവിടേക്ക് കടന്നു ചെന്നു. അങ്ങനെ പ്രവാചകൻ അന്നാട്ടിലുള്ള പ്രവാചകന്റെ എതിരാളികളുമായി ഗൂഢാലോചന നടത്തി പ്രവാചകനെ മദീനയിൽ നിന്ന് തുരത്താനുള്ള പദ്ധതികൾ നിരന്തരം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെയും നയിച്ചത് അബൂ സുഫിയാനാണ്. ബദറായാലും ഉഹദായാലും എല്ലാം, ഖന്തഖ് ഉൾപ്പെടെ. ഇങ്ങനെ നിരന്തരമായി പ്രവാചകനെ മദീനയിൽ ആക്രമിച്ചു, മദീനയിൽ സമാധാനം കെടുത്തി. പ്രവാചകൻ സ്വന്തം നാട്ടിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു. മക്കയുടെ ബോർഡറായ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ സംഘത്തിന്റെ നേതൃത്വം അബൂ സുഫിയാനായിരുന്നു. അതിനുശേഷം മുഹമ്മദ് നബി തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഏകപക്ഷീയമായ ഒരു കരാർ എഴുതിയുണ്ടാക്കി. അതിൽ ഖുറൈശി പക്ഷത്തെ, മക്ക പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒപ്പിട്ടയാളുടെ പേരും അബൂ സുഫിയാൻ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മുഹമ്മദ് നബി ഒപ്പിടുന്നു, മുഹമ്മദ് നബിയുടെ എതിരാളിയായിട്ട് ഒപ്പിടുന്നയാൾ അബൂ സുഫിയാനാണ്. അതിനുശേഷം പ്രവാചകൻ തിരിച്ചുപോയി. പിന്നീട് ഫത്ഹ് മക്കയുടെ സമയത്ത് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രവാചകനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എല്ലാ അടവുകളും പയറ്റി. അവസാനം ഒന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യനെ ഉപയോഗപ്പെടുത്തി
എനിക്ക് മാപ്പുണ്ടോ എന്ന് മുഹമ്മദിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് ഒരു നിവൃത്തിയുമില്ലാതെ മുഹമ്മദിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന വ്യാജേന പ്രവാചകന്റെ കൂട്ടത്തിൽ കൂടുകയായിരുന്നു അബൂ സുഫിയാൻ. എന്ന് വെച്ചാൽ അബൂ സുഫിയാനെ പോലെ പ്രവാചകനെ ആക്രമിച്ച, പ്രവാചകനെ മർദ്ദിച്ച, പ്രവാചകന്റെ മാർഗത്തിൽ തടസ്സം തീർത്ത, പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ച ഒരു വ്യക്തിയെ ചരിത്രത്തിൽ കാണുക സാധ്യമാണ്. ആ അബൂ സുഫിയാനാണ് പിന്നീട്, അബൂ സുഫിയാന്റെ കുടുംബമാണ് പിന്നീട് ഇസ്ലാമിന്റെ കാവൽക്കാരായി രംഗത്ത് വരുന്നത്, അമവികൾ. അപ്പോൾ ഈ ചരിത്രം വ്യക്തമായി പഠിക്കണം. പ്രവാചകനോടുള്ള ശത്രുത ആദ്യം മുതലേ കാത്തു സൂക്ഷിക്കുകയും പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ശ്രമവും നടത്തുകയും ഒന്നും വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പ്രവാചക ശിഷ്യൻ എന്ന വ്യാജേന പ്രവാചക സംഘത്തിലേക്ക് കടന്നു കയറുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പിന്നീട് പ്രവാചകനുണ്ടാക്കിയ എല്ലാ അധ്യാപനങ്ങളും, പ്രവാചകൻ നടത്തിയ എല്ലാ സന്ദേശങ്ങളും അട്ടിമറിക്കാനും മറ്റൊന്ന് കൊണ്ടുവരാനും നേതൃത്വം നൽകി എന്നുള്ളതാണ് വസ്തുത. അവിടെ വെച്ചാണ് ഇസ്ലാം എവിടെ നിന്നാണ് തിരിഞ്ഞു തുടങ്ങിയത്, എവിടെ നിന്നാണ് ഇസ്ലാം അട്ടിമറിക്കപ്പെട്ടത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ അബൂ സുഫിയാൻ ആരാണെന്ന് പഠിക്കണം. സഹാബി എന്ന് കേൾക്കുമ്പോഴേക്കും മുഖമടച്ച് വീഴുകയല്ല, ചരിത്രം പഠിക്കണം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. ആദ്യകാലത്ത് പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. പിൽക്കാലത്ത് പ്രവാചകനെ ചെയ്യാവുന്ന അക്രമങ്ങളൊക്കെ ചെയ്ത് എല്ലാ തരത്തിലും ദ്രോഹിച്ച് എന്നിട്ട് പ്രവാചകനോടൊപ്പം ശിഷ്യനാണെന്ന വ്യാജേന ചേർന്നിട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഇമാതിരി കള്ളന്മാരെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് പ്രവാചകനെ ഉള്ളതെല്ലാം കൊടുത്ത് പ്രവാചകന്റെ കൂടെ നിന്ന ആദ്യകാലക്കാരെ കുറിച്ചാണ്. അവിടെയും തീർന്നില്ല. ഈ അബൂ സുഫിയാന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കണം. അബൂ സുഫിയാന്റെ ഭാര്യയുടെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദ് അതേ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അബ്ദുമനാഫിന്റെ പേരക്കുട്ടിയാണ് ഹിന്ദ്. ആ ഹിന്ദിനെയാണ് അബൂ സുഫിയാൻ കല്യാണം കഴിക്കുന്നത്. അബൂ സുഫിയാനേക്കാളും മികച്ച പ്രവാചക ശത്രുവായിരുന്നു ഹിന്ദ്. തൻ്റെ മകനെ വളർത്തുമ്പോൾ, മുആവിയ എന്ന് പറഞ്ഞ തൻ്റെ മകനെ ഗർഭം ധരിച്ചപ്പോൾ, ആ മുആവിയ എന്ന് പറയുന്ന തൻ്റെ ഗർഭപാത്രത്തിലുള്ള മകനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഹിന്ദ് ഒരു കവിത ചൊല്ലുന്നുണ്ട്. എൻ്റെ മകൻ വളർന്നിട്ട് വേണം മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്യാൻ. ആലോചിച്ച് നോക്കണം. ഗർഭപാത്രത്തിലുള്ള തൻ്റെ മകൻ വളർന്നിട്ട് വേണം മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഗർഭസ്ഥ ശിശുവിനെ പരിശീലിപ്പിച്ചയാളാണ് ഹിന്ദ്. പ്രവാചക പിതൃവ്യനായ ഹംസ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊല്ലുന്നതിന് വേണ്ടി കൊലയാളിയെ ഏർപ്പാട് ചെയ്തത് വഹ്ഷി എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനെ ഏർപ്പാട് ചെയ്തത്, എല്ലാ തരത്തിലുള്ള ഓഫറുകളും നൽകി ഏർപ്പാട് ചെയ്ത ആള് ഹിന്ദാണ്. യുദ്ധക്കളത്തിൽ മരിച്ചു വീണ ഹംസയുടെ ജനാസ മയ്യത്ത് വികൃതമാക്കി, കുത്തിക്കീറി, കണ്ണ് ചുഴന്നെടുത്തു, നാവ് മുറിച്ചെടുത്തു, നെഞ്ച് കീറി, കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പിയ ആളുടെ പേരാണ് ഹിന്ദ്. അവരാണ് പിന്നീട് പ്രവാചക ശിഷ്യയായി മഹത്വവൽക്കരിച്ച് പറയുന്നത്. ആർക്ക് വേണ്ടി? കൊട്ടാരത്തിൽ നിന്ന് എഴുതിയ കഥകളെ അപ്പടി ഇസ്ലാമിക കഥകൾ എന്ന നിലക്ക് പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ ഹിന്ദിന്റെയും അബൂ സുഫിയാന്റെയും മകനാണ് മുആവിയ. ഗർഭപാത്രത്തിൽ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാനാണ് തൻ്റെ മകനെ പ്രസവിക്കുന്നതെന്ന് പാടി ആ പാട്ട് കേട്ട് വളർന്നവൻ. ഈ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അട്ടിമറികൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അബൂ സുഫിയാൻ ഉമറിന്റെ ഭരണകാലത്താണ് മരണപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അബൂ സുഫിയാന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ വഫാത്തായ വേളയിൽ ഒരു സംഭവം ഓർത്തു നോക്കണം. അങ്ങനെ ഇസ്ലാം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, പ്രവാചകനോടുള്ള ആദരവൽപ്പമെങ്കിലും ഉണ്ടെങ്കിൽ, അബൂ സുഫിയാൻ ചെയ്ത പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താം. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി ഭരണരംഗത്ത് വന്ന ഘട്ടത്തിൽ അബൂ സുഫിയാൻ അലി ഇബ്നു അബി താലിബിനെയും അബ്ബാസിനെയും സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ദഖല അബൂ സുഫിയാൻ അല അലിയിൻ വൽ അബ്ബാസ്, അലിയും അബ്ബാസും ഇരിക്കുന്നിടത്തേക്ക് അബൂ സുഫിയാൻ കടന്നു ചെന്നു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ അലി വഅൻത യാ അബ്ബാസ് മാ ബാലു ഹാദൽ അംർ, അല്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അബ്ബാസെ, അലിയെ,
നാട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഫീ അദില്ലി ഖബീലത്തിൻ മിൻ ഖുറൈശ് വ അഖല്ലിഹ, വളരെ താഴ്ന്ന ജാതിയിൽ നിന്ന്, താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്ന അബൂബക്കർ നമ്മുടെ നേതാവുകയോ? താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്ന അബൂബക്കർ നമ്മുടെ നേതാവുകയോ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? വല്ലാഹി ലഇൻ ശിഅത ലഅംലഅന്നഹ അലൈഹി ഖൈലൻ വരിജാല, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ സൈനികരെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം, നമുക്ക് അവനോട് യുദ്ധം ചെയ്തിട്ട് അബൂബക്കറിനെ താഴെ ഇറക്കണം. അബൂ സുഫിയാന് ഇത് ഹയാത്തു സഹാബ എന്ന കിതാബിൽ എഴുതിയ കാര്യമാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഷീഈ ഗ്രന്ഥത്തിലുള്ളതോ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ ഗ്രന്ഥത്തിലുള്ളതോ അല്ല. ഹയാത്തു സഹാബ എന്ന ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ സഹാബികളുടെ ചരിത്രം പറയുന്നിടത്ത് എഴുതി വെച്ച കാര്യമാണ് ഞാൻ ഈ വായിക്കുന്നത്. അദ്ദേഹം അലിയിനെയും അബ്ബാസിനെയും സമീപിച്ച് പറയുന്നു, നമുക്ക് അബൂബക്കറിനെതിരെ യുദ്ധം ചെയ്യാം, ഒട്ടകങ്ങളെയും സൈനികരെയും ഒക്കെ ഞാൻ കൊണ്ടുവരാം, കുതിരകളെയൊക്കെ ഞാൻ കൊണ്ടുവരാം, എന്നിട്ട് യുദ്ധം ചെയ്യാം, നിങ്ങൾ നേതൃത്വം നൽകണം എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് അദ്ദേഹത്തോട് പറയുന്നു, യാ അബാ സുഫിയാൻ ഇന്നൽ മുഅ്മിനീന ഖൗമുൻ സഹത്തിൻ ബഅദുഹും ലിബഅദിൻ. അബൂ സുഫിയാനെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾ നിന്നെ പോലെയല്ല, അവർ പരസ്പരം ഗുണകാംക്ഷയുള്ളവരാണ്. ഇന്നൽ മുഅ്മിനീന എന്നിട്ട് പറയുന്നു, മുതവാദ്ദൂന വഇൻ ബഅദത് ദിയാറുഹും വഅബ്ദാനുഹും, എത്ര വിദൂരമായിരുന്നാലും എത്ര ദൂരത്തായിരുന്നാലും അവരൊക്കെ പരസ്പരം സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നിന്റെ പരിപ്പ് ഇവിടെ വേവൂല എന്ന് പറഞ്ഞ് അബൂ സുഫിയാനെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അലി ഇബ്നു അബീ താലിബ് ഇത്രത്തോളം കൂട്ടി, ലതാലമാ ആദൈതൽ ഇസ്ലാമ വഅഹ്ലഹു യാ അബാ സുഫിയാൻ ഫലം യളുറുഹു ദാലിക ഷൈഉൻ, നീ പണ്ടേ തുടങ്ങിയതല്ലേ അബൂ സുഫിയാനെ, ഇപ്പോഴും നീ നിർത്തിയിട്ടില്ല, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അബൂ സുഫിയാനെ തിരിച്ചയക്കുകയാണ് അലി ഇബ്നു അബീ താലിബ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അബൂ സുഫിയാൻ അവിടെ ഇസ്ലാമിനകത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഉമറിന്റെ കാലത്ത് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉമറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അബൂ സുഫിയാൻ. തബ്രി വായിച്ചു നോക്കണം. ഉമറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ബിലാൽ ഉമറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ്, പ്രവാചകന്റെ വിശുദ്ധനായ സഹാബികളിൽ ഒരാൾ, ഉമറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അബൂ സുഫിയാൻ കയറി ചെന്നു. ഉമർ പരിഗണിച്ചില്ല. സംസാരിക്കുന്ന ആളോട് സംസാരം പൂർത്തിയാക്കിയിട്ട് അടുത്തയാളെ പരിഗണിക്കാം എന്നുള്ളതാണ് ഉമറിന്റെ നിലപാട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്, ഉമർ കറുത്ത പട്ടികളുമായിട്ട് ഉമർ സംസാരിക്കുന്നു, എനിക്ക് കാത്തു നിൽക്കാൻ നേരമില്ല. അബൂ സുഫിയാൻ പറയാണ്, ഇങ്ങനെ ഇസ്ലാമിക സംസ്കാരം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വെറും ഗോത്ര നേതാവായ തെമ്മാടിക്കൂട്ടത്തിന്റെ നേതാവായ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ്, അവരുടെ പൊന്നോമന മകൻ മുആവിയ, അവിടെ തുടങ്ങുന്നുണ്ട് ഇസ്ലാമിൻ്റെ അട്ടിമറിയുടെ ആരംഭം. എന്ന് വെച്ചാൽ പ്രവാചകന്റെ കാലത്ത് തല ഉയർത്താൻ കഴിയാതെ അടക്കി വച്ചിരുന്ന ഇവരുടെ ദുരഭിമാനവും അഹന്തയും പകയുമെല്ലാം പ്രവാചകന്റെ മരണത്തിന്റെ ആ നിമിഷം മുതൽ തുടങ്ങുകയായിരുന്നു. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ വഫാത്തായിട്ട് കിടക്കുന്നു. വഫാത്തായി കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വിശുദ്ധ ജനാസ മറമാടുന്നതിന് മുൻപ് കലാപം തുടങ്ങിയില്ലേ? ഇന്നാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ ജനാസ മറമാടാതെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമോ നമ്മൾ, എന്തൊക്കെ ഉണ്ടെങ്കിലും? പക്ഷേ അബൂ സുഫിയാൻ എന്ന് പറയുന്ന സൂത്രശാലി, അബൂ സുഫിയാൻ എന്ന് പറയുന്ന കുറുക്കൻ, അല്പം പോലും ഇസ്ലാം അകത്തേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത ചെന്നായ, അയാൾ സഹാബികളായിട്ടുള്ള ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് പറയുന്നു, ഞങ്ങളാണ് അടുത്ത ഭരണാധികാരി, മുഹമ്മദിന്റെ പിൻഗാമി ഞങ്ങളാണ്, ഞങ്ങൾ അമവികളാണ്, ഞങ്ങൾക്ക് ഭരണപരിചയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അൻസാരികൾ പറഞ്ഞു, ഞങ്ങൾ മദീനക്കാരാണ്. അങ്ങനെ അവർ തമ്മിൽ ശണ്ട കൂടി, അടിയോളം എത്തി, അടി കലശലായി. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഉമർ അബൂബക്കറിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രശ്നത്തിൽ ഇടപെടുന്നത്. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹിന്റെ വിശുദ്ധ ജനാസ മറമാടുന്നതിന് മുമ്പ് റസൂൽ വഫാത്തായി കിടന്ന് അതിന്റെ ചുറ്റുഭാഗത്താണ് അബ്ബാസ് ഉള്ളത്, അതിന്റെ ചുറ്റുഭാഗത്താണ് അലി ഇബ്നു അബീ താലിബ് ഉള്ളത്, അവിടെയാണ് ഹസൻ ഹുസൈൻ ഉള്ളത്, അവിടെയാണ് ഫാത്തിമ ബീവി ഉള്ളത്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജനാസയുടെ ചുറ്റും റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് പോയിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവന്റെ പേര് അബൂ സുഫിയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ചരിത്രം പറയണം, പഠിക്കണം. മഹാന്മാരായ സഹാബികളെന്ന് വലിയ വായിൽ പറഞ്ഞതുകൊണ്ടായില്ല. പ്രവാചകനെ അങ്ങേയറ്റം വേദനിപ്പിച്ച റസൂൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബൂ സുഫിയാനെയും കൂട്ടി റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് അബൂ സുഫിയാന് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ മാപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നാട് കടത്തണം,
ഇവനവിടെ വെച്ചേക്കരുത്, നാട് കടത്തണമെന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് പറഞ്ഞു, ഇയാൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ നേതാവല്ലേ നബിയെ, ഇവിടെ നിന്നോട്ടെ, പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. അങ്ങനെ സ്വന്തം പിതൃവ്യന്റെ വാക്ക് കേട്ട് അത് മാനിച്ചുകൊണ്ടാണ് പ്രവാചകൻ അബൂ സുഫിയാനെ മക്കയിൽ നിൽക്കാൻ അനുവദിച്ചത്. റസൂലിന് അറിയാമായിരുന്നു അവൻ പ്രശ്നക്കാരനാണെന്ന്. പക്ഷെ നാട് കടത്തിയില്ല. അബ്ബാസ് പറഞ്ഞത് കേട്ടിട്ട് നാട്ടിൽ നിർത്തി. ആ മനുഷ്യനാണ്, അയാളുടെ കുടുംബമാണ്, അയാളുടെ മക്കളാണ് ഇന്ന് നാം കാണുന്ന ഇസ്ലാമിലെ സകലമാന മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളുടെയും ഉപജ്ഞാതാക്കൾ. ചരിത്രം കെട്ടിയുണ്ടാക്കിയത്, ഭിന്നതകൾ ഉണ്ടാക്കിയത്, കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത കട്ടുകഥകളൊക്കെയും ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിനെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് ഈ ഒരു കുടുംബത്തിന്റെ മാത്രം പ്രവർത്തന ഫലമാണ്. ഈ ചരിത്രം മനസ്സിലാക്കാതെ ഇസ്ലാം എങ്ങനെയാണ് ഇന്നത്തെ കോലത്തിലായത് എന്ന് മനസ്സിലാവില്ല. ഇൻഷാ അല്ലാഹ് അബൂ സുഫിയാൻ കഴിഞ്ഞാൽ പിന്നെ മുആവിയ വരുന്നുണ്ട്. മുആവിയയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടേറെ. പ്രവാചകന്റെ വഹി എഴുത്തുകാരൻ, പ്രവാചകൻ വലിയ സ്ഥാനം നൽകി ആദരിച്ചയാളെന്നൊക്കെയാണല്ലോ ഇവരുണ്ടാക്കി പറയുന്നത്. ആരാണ് മുആവിയ എന്ന് കേൾക്കണം, ആരാണ് മുആവിയ എന്നറിയണം. മുആവിയ ഇസ്ലാമിനുണ്ടാക്കിയ പരിക്ക് അത് ഇത്രയും കാലമായിട്ടും അത് വലുതാവുകയല്ലാതെ ചെറുതാകുന്നില്ല. അത്രമേൽ ഭീകരമായ പെരുക്കാണ്, അത്രമേൽ ഭീകരമായ മുറിവാണ് ഇസ്ലാമിൻ്റെ ശരീരത്തിൽ മുആവിയ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആ കുടുംബത്തെ മനസ്സിലാക്കാതെ, അമവി കുടുംബത്തെ മനസ്സിലാക്കാതെ, ആ കുടുംബത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ, പ്രവാചകനോട് അവർക്കുള്ള ശത്രുത മനസ്സിലാക്കാതെ നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രം മനസ്സിലാക്കുക സാധ്യമല്ല. അത് കൃത്യമായി മനസ്സിലാക്കണം. ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു പുരോഹിതർ. വിശുദ്ധ രഹസ്യമെന്നോണം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. കാരണം ഇവരുണ്ടാക്കിയ മതത്തെയാണ് പുരോഹിതന്മാർ ആദരിക്കുന്നത്. ആ മതത്തിന്റെ നിയമങ്ങളെയാണ് പുരോഹിതന്മാർ കൊണ്ടു നടക്കുന്നത്. ആ മതത്തെയാണ് ഇവർ പൂവിട്ട് പൂജിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുആവിയയെ, അബൂ സുഫിയാനെ, ഹിന്ദിനെ, ആ കുടുംബത്തെ മനസ്സിലാക്കിയാൽ ഈ പുരോഹിത മതം തകരും എന്നുള്ളത് കൊണ്ട് അവർ ഒരു വിശുദ്ധ രഹസ്യം കണക്കെ കൊണ്ടു നടക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയാമോ മൗലവി, ഇതൊക്കെ ഇങ്ങനെ പറയണോ മൗലവി, എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പറയണം, മനസ്സിലാക്കണം. ഈ കുടുംബത്തിന്റെ കഥകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ വിശുദ്ധി സമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുല്ലമാർ പറയുന്നൊരു വർത്താനുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പഴയതൊക്കെ പോയില്ലേ, പിന്നെന്തിനാണ് ഇതൊക്കെ പറയണത്? അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു, മുആവിയ ഇസ്ലാം സ്വീകരിച്ചു, ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ചു, അതോടുകൂടി അവരുടെ പഴയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. പിന്നെ അതൊക്കെ പറയുന്നത് മോശമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉമർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഖാലിദ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവരൊക്കെ വിശുദ്ധരായിട്ടെന്നല്ലേ നിങ്ങൾ അംഗീകരിക്കുന്നത്? അതെ, നല്ല വർത്താനാണ്. അത് പറയുമ്പോൾ ശരിയാണെന്ന് നമുക്കൊക്കെ തോന്നും. ഉമർ ഇസ്ലാം സ്വീകരിച്ചു. ഉമറിന് മുമ്പ് വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ആളായിരുന്നു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് ഉമർ. അവസാനം വരെ കാത്തു നിന്നിട്ടില്ല. ആയിക്കോട്ടെ, അവസാനമാണോ ആദ്യമാണോ എന്ന് നമ്മൾ നോക്കണ്ട. അങ്ങനെ ഉമർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിനെതിരായിട്ട് ഉമർ നീങ്ങിയിട്ടില്ല. റസൂൽ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് ജീവിച്ചത്, ഖുർആൻ മനസ്സിലാക്കിയിട്ടാണ് ജീവിച്ചത്. പിന്നെ വെല്ലുവിളിച്ചിട്ടില്ല. അബൂ സുഫിയാൻ അങ്ങനെയാണോ? അബൂ സുഫിയാൻ ഒരു ദിവസമെങ്കിലും ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ട് ജീവിച്ചതായിട്ട് കാണിച്ചു തരാൻ ഒക്കുമോ? അബൂ സുഫിയാൻ എന്ന വ്യക്തിക്ക് ഉണ്ടായ ഒരു മകൻ, അയാളുടെ പേര് സിയാദ് എന്നാണ്. എങ്ങനെ ഉണ്ടായി? കല്യാണം കഴിച്ചിട്ടുണ്ടായതല്ല,
കിതാബുകളിലൊക്കെ ഉള്ളതാണ് ഞാനീ പറയുന്നത്. തബരിയിലുള്ളത്, അൽ ബിദായത്ത് വൻ നിഹായയിലുള്ളത്, അൽ മിലൽ വൻ നിഹലിലുള്ളത്, മുസന്നഫിലുള്ളത്, ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കിതാബുകളാണ്. ഇബ്നു കസീറിൻ്റെ, തബരിയുടെ. വിവാഹം ചെയ്യാതെ ഒരു നാട്ടിൽ കച്ചവടത്തിന് പോയപ്പോൾ ആ നാട്ടിലുള്ള സ്ത്രീയുമായിട്ടുള്ള വേഴ്ചയിലുണ്ടായ ജാരസന്തതിയുടെ പേരാണ് സിയാദ്. ഞാൻ പറയുന്നു, ഇതാണോ സഹാബി? ഇതാണോ ഇസ്ലാമിക സംസ്കാരം? ബിലാലിനെ പട്ടിയെന്ന് വിളിച്ചതാണോ ഇസ്ലാമിക സംസ്കാരം? അബൂബക്കറിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതാണോ ഇസ്ലാമിക സംസ്കാരം? എന്ന് വെച്ചാൽ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാൽ എല്ലാം പൊറുക്കപ്പെടും. പണ്ട് ചെയ്തതൊക്കെ ഒരു മനുഷ്യൻ അങ്ങനെ സംഭവിച്ചാൽ ആ ശരീഅത്ത് നിയമമൊക്കെ അതൊന്നും അബൂ സുഫിയാൻ്റെ കാര്യത്തിൽ ബാധകമല്ല. കാരണം അബൂ സുഫിയാൻ ഒരിക്കലും പ്രവാചക ശിഷ്യനായിരുന്നിട്ടില്ല. പ്രവാചകൻ്റെ കൂടെ പ്രവാചകൻ്റെ ഏതെങ്കിലും അധ്യാപനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പ്രവാചകൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടിട്ടില്ല. അയാൾ പണ്ടത്തെ അതേ ഗോത്ര നിയമങ്ങൾ തന്നെയായിരുന്നു നടപ്പിലാക്കിയത്. അതിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത്. നിരന്തരമായി ഖലീഫമാരെ ശല്യം ചെയ്തു, ഇസ്ലാമിക സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ്റെ പഴയകാല ചെയ്തികൾ പറയാമോ എന്ന് നിങ്ങൾ ആലോചിക്കണ്ട. കാരണം അദ്ദേഹം ഇസ്ലാമിൻ്റെ 7 അയലത്ത് വന്നിട്ടില്ല, ഒരു കാലത്തും വന്നിട്ടില്ല. പ്രവാചകനോടുള്ള ശത്രുതയും പകയും മരിക്കുന്നത് വരെ ആ മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ നെരിപ്പോടായിട്ട് കത്തുകയായിരുന്നു. മുഹമ്മദിനെ ഇല്ലായ്മ ചെയ്യണം. അയാൾ മക്കക്കാരൻ, മക്കയിൽ ജീവിച്ചു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അയാൾ മദീനയിൽ വരുന്നത്. എന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ വലിയ വിഷമായിരുന്നു മുആവിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ. അതേക്കുറിച്ചാണ് നമുക്ക് അടുത്ത ആഴ്ച പറയാനുള്ളത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.